Hello friends, welcome to SAT, Center Institution Online Tuition Class 12, Maths, Chapter 1, Relations and Functions, Part 5, Theorems on Relations. Please visit Part 1 to 4 before watching this video. Theorem 1, Intersection Relation. If capital R and capital S are two equivalence relations, so equivalence relation എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് പറയുകയും ഒത്തിരി എക്സാമ്പിൾ ചെയ്തതുമാണ്. അതായത് ഒരേ സമയം റിഫ്ലെക്സിറ്റിവിറ്റിയും അതുപോലെ തന്നെ സിമെട്രിക്കും അതുപോലെ തന്നെ ട്രാൻസിറ്റീവും ആവുന്ന റിലേഷനാണ് ഇക്വാലൻസ് റിലേഷൻസ്. ഓക്കെ, if R and S are two equivalence relation on a non-empty set A, then R intersection S is also an equivalence relation on A. ഇപ്പൊ ആറും എസും ഇക്വാലൻസ് റിലേഷൻ ആണെങ്കിൽ അവരുടെ ഇന്റർസെക്ഷനും എന്തായിരിക്കും? ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കും. നമുക്ക് ഇതിന്റെ പ്രൂഫ് നോക്കാം. Let R and S be equivalence relation on A. We show that R intersection S is also an equivalence relation on A. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ട കാര്യം. റിഫ്ലെക്സീവ് ആണെന്ന് നമുക്ക് എങ്ങനെ തെളിയിക്കാം? ലെറ്റ് എ ബിലോങ്സ് ടു എ. ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു സെറ്റിനകത്തെ ഒരു എലമെന്റ് ആണ് ആര്? സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത്. ഇഫ് ആർ ആൻഡ് എസ് ബോത്ത് ആർ റിഫ്ലെക്സീവ്, രണ്ടുപേരും റിഫ്ലെക്സീവ് ആണ്. കാരണം രണ്ടുപേരും എന്താണ്, നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്യുകയാണ് ആറും എസും ഈക്വലൻസ് ആണ്. ഈക്വലൻസ് ആയിട്ടുള്ള എല്ലാവരും റിഫ്ലെക്സീവ് അല്ലേ? അതെ. ബി ഈക്വലൻസ് റിലേഷൻ ഓൺ എ, സോ എ ബിലോങ്സ് ടു ആർ. അപ്പോ ഈ നമ്മുടെ റിലേഷനിൽ എന്തുണ്ട്? ഈ പറയുന്ന എ കോമ എ ഉണ്ടാവും. കാരണം അത് ഈക്വലൻസ് ആണെങ്കിൽ എ കോമ എ ഉണ്ടാവണം. ഓക്കെ, റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എ കോമ എ വരണ്ടേ? അതായത് എക്സും വൈയുടെയും വില ഒരേപോലെ വന്നാലാണ് റിഫ്ലെക്സീവ് ആവുള്ളൂ. അപ്പൊ ഈക്വലൻസ് റിലേഷൻ ആണെങ്കിൽ ഓൾറെഡി റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവ് ആണെങ്കിൽ എ എന്ന് പറയുന്ന എലമെന്റ് ഈ സെറ്റിനകത്ത് ഉണ്ടെങ്കിൽ റിലേഷനിൽ എന്തുണ്ടാവും? എ കോമ എ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എ കോമ എ എന്തിനകത്തൊക്കെ ഉണ്ട്? ഈ പറയുന്ന നമ്മൾ എടുത്തിരിക്കുന്ന റിലേഷൻ ആറിനകത്തും ഉണ്ട്, എസിനകത്തും ഉണ്ട്. രണ്ടിനകത്തും എന്തുണ്ട്? എ കോമ എ ഉണ്ടാവും. കാരണം എങ്കിൽ മാത്രമാണ് ഈ രണ്ട് റിലേഷനും എന്താവുള്ളൂ? ഇക്വലൻസ് ആവുള്ളൂ. ഇത് ഇക്വലൻസ് ആണ്, ഇത് ഇക്വലൻസ് ആണ്, ഇതാണ് നമ്മുടെ എലമെന്റ്. ക്ലിയർ? അപ്പോ ഇത് ഈ റിലേഷനിലേക്ക് വരാൻ, അതായത് ഇതിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് എത്തിച്ചേരുന്നത്. എ ഉണ്ടാവണം, ഇവിടെയും എ ഉണ്ടാവണം. ഇനി ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ നിങ്ങൾ എടുത്താലോ? എ ഇതിനകത്തും ഉണ്ട്, ഇതിനകത്തും ഉണ്ട്, അല്ലേ? അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇന്റർസെക്ഷനും എന്തുണ്ടാവും? ഈ പറയുന്ന എ അതിനകത്ത് ഉണ്ടാവും. ആർ ഇന്റർസെക്ഷൻ എസ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എ ഉണ്ടാവും. അതുകൊണ്ട് ആർ ഇന്റർസെക്ഷൻ എസ് എന്താണ്? റിഫ്ലെക്സീവ് ആണ്. ക്ലിയർ? ഇനി സിമെട്രിക് ആണോ എന്ന് എങ്ങനെ തെളിയിക്കാം? ലെറ്റ് എ കോമ ബി ബിലോങ്സ് ടു ആർ ഇന്റർസെക്ഷൻ. നമ്മൾ റിലേഷൻ ആർ എന്ന റിലേഷനും എസ് എന്ന രണ്ട് റിലേഷൻ, അതിന്റെ ഇന്റർസെക്ഷൻ എടുത്തപ്പോൾ അതിനകത്ത് എന്താണ്? എ കോമ ബി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എ കോമ ബി ബിലോങ്സ് ടു ആർ ആൻഡ് എ കോമ ബി ബിലോങ്സ് ടു എസ്. എ കോമ ബി ഇത് രണ്ടിനകത്ത് കോമൺ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? എ കോമ ബി എന്തിലുണ്ട്? ആറിലുണ്ട്. എ കോമ ബി എന്തിലുണ്ട്? എസിലുണ്ട്. ക്ലിയർ? എ കോമ ബി ആറിലുണ്ടെങ്കിൽ, ലിസൺ, എ കോമ ബി ഈ പറയുന്ന റിലേഷൻ ഉണ്ടെങ്കിൽ ഇത് ഈക്വലൻസ് റിലേഷൻ അല്ലേ? അതെ. ഈക്വലൻസ് റിലേഷൻ ആണെങ്കിൽ അത് സിമെട്രിക് അല്ലേ? സിമെട്രിക് ആണ്. അപ്പൊ എ കോമ ബി ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ബി കോമ എ ഉണ്ടാവും. ക്ലിയർ? അതുപോലെ എ കോമ ബി എസിലുണ്ടെങ്കിൽ, എസ് ഓൾറെഡി നമ്മൾ പറഞ്ഞിരിക്കണല്ലേ, രണ്ടെണ്ണം എക്സാമ്പിൾ എടുത്തേക്കാണ്. ആറും എസും എന്താണ്? ഈക്വലൻസ് ആണ്. അപ്പൊ എസും ഈക്വലൻസ് ആണ്. ഈക്വലൻസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം അത് സിമെട്രിയും കൂടിയാണ്. അപ്പൊ എ കോമ ബി ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ബി കോമ എയും ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ ബി കോമ എ ബിലോങ്സ് ടു ആർ, അതുപോലെ തന്നെ ബി കോമ എ ബിലോങ്സ് ടു എസ്, രണ്ടിലും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ബി കോമ എ എന്തിലുണ്ടാവും? ഈ ആറിന്റെയും എസിന്റെയും ഇന്റർസെക്ഷനിലും ഉണ്ടാവും. ക്ലിയർ ആണോ? അതുകൊണ്ട് ആർ ഇന്റർസെക്ഷൻസ് എന്താണ്? സിമെട്രിക് ആണ്. നേരത്തെ നമ്മൾ റിഫ്ലെക്സീവ് ആണ് തെളിയിച്ചു, ഇപ്പൊ സിമെട്രിക് ആണ് തെളിയിച്ചു. ഇനി എങ്ങനെയാണ് ട്രാൻസിറ്റീവ് ആണ് തെളിയിക്കുക? സാർ, എ കോമ ബി ബിലോങ്സ് ടു ആർ ഇന്റർസെക്ഷൻ എസ്. ഓക്കെ, ബി കോമ സി ബിലോങ്സ് ടു ആർ ഇന്റർസെക്ഷൻ എസ്. അങ്ങനെയാണെന്ന് വിചാരിക്കാം. അതായത് എ കോമ ബി ആർ ഇന്റർസെക്ഷൻ എസിലുണ്ട്, ബി കോമ സിയും ആർ ഇന്റർസെക്ഷൻ എസിലുണ്ട്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എ കോമ സി എന്താണ്? ആർ ഇന്റർസെക്ഷൻ എസിലുണ്ടെന്ന് തെളിയിച്ചാൽ മതി. അതാണ് ട്രാൻസിറ്റീവ്. അപ്പോ എ കോമ ബി ബിലോങ്സ് ടു ആർ ഇന്റർസെക്ഷൻ എസ്, ദാറ്റ് മീൻസ് എ കോമ ബി ബിലോങ്സ് ടു ആർ. ക്ലിയർ? ആൻഡ് ബി കോമ സി ബിലോങ്സ് ടു ആർ ഇന്റർസെക്ഷൻ എസ്, ദാറ്റ് മീൻസ് ബി കോമ സി ആൾസോ ബിലോങ്സ് ടു ആർ. ക്ലിയർ? ഇനി ആർ എന്ന് പറയുന്നത് എന്താണ്? റിഫ്ലെക്സ് ഈക്വലൻസ് റിലേഷൻ ആണ്.
അപ്പൊ എ കോമ ബിയും ബി കോമ സിയും ആറിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും? എ കോമ സിയും ഉണ്ടാവും. സോ എ കോമ സി ആൾസോ ബിലോങ്സ് ടു എന്താണ്? ആർ. സിമിലാർലി എ കോമ സി ബിലോങ്സ് ടു എന്താണ്? യെസ്. അതുകൊണ്ട് ആർ ആൻഡ് എസ് ആർ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ആറും എസും ട്രാൻസിറ്റീവ് ആണ്. Therefore, A comma C also belongs to എന്താണ്? ആർ ഇന്റർസെക്ഷൻ എസ്. അപ്പൊ ഇതിനകത്തുണ്ട് ആറിലുണ്ട് എസിലും ഉണ്ടെങ്കിൽ അതിനകത്ത് കോമൺ ആയിട്ട് വരുന്നതല്ലേ ഈ ആർ ഇന്റർസെക്ഷൻ എസിൽ വരിക. അപ്പൊ എ സി എവിടെയുണ്ട്? ആർ ഇന്റർസെക്ഷൻ എസിലും ഉണ്ട്. അപ്പൊ ആർ ഇന്റർസെക്ഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ്, ഇപ്പൊ രണ്ട് റിലേഷൻ ആറും എസും അവർ ഈക്വലൻസ് ആണെങ്കിൽ അവരുടെ ഇന്റർസെക്ഷനും എന്തായിരിക്കും? ഈക്വലൻസ് ആയിരിക്കും എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. ക്ലിയർ ആണോ? നോട്ട് യൂണിയൻ ഓഫ് ടു ഈക്വലൻസ് റിലേഷൻസ് മേ നോട്ട് ബി ആൻ ഈക്വലൻസ് റിലേഷൻ. എന്നാൽ രണ്ട് ഈക്വലൻസ് റിലേഷന്റെ യൂണിയൻ എടുത്താൽ, യൂണിയൻ അറിയാലോ നമുക്ക്, ഇങ്ങനെ എഴുതുന്നതാണ് യൂണിയൻ എന്ന് പറയുന്നത്. ഇപ്പൊ എ യൂണിയൻ ബി. ഓക്കെ, നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടോ? സോ പ്ലീസ് നോട്ട് ദാറ്റ് യൂണിയൻ ഓഫ് ടു ഈക്വലൻസ് റിലേഷൻ മേ നോട്ട് ബി ആൻ ഈക്വലൻസ് റിലേഷൻ. ലെറ്റ് എ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എ 1 2 3. എയിൽ 1 2 3 ഉണ്ട്. R1 R2 എന്ന് പറയുന്നത് രണ്ട് റിലേഷൻ ആണ്. R1 1 1 2 2 3 3 1 2 2 1 അങ്ങനെ ഒരു റിലേഷൻ. R2 എന്ന് പറഞ്ഞാൽ 1 1 2 2 3 3 2 3 3 2. ഇതാണ്. ഇനി both R1 and R2 are equivalence relation. ഇത് നോക്കിയാൽ ഇതാണ് സിമെട്രിക് ആണ്. 1 2 ഉണ്ട്, 3 3 ഉണ്ട്, 1 2 ഉള്ളതുകൊണ്ട് ഇത് റിഫ്ലെക്സീവ് ആണ്. 1 2 ഉള്ളതുകൊണ്ട് എന്താണ്? 2 1 ഉണ്ട്. ഓപ്പോസിറ്റ് ഉള്ളതുകൊണ്ട് അത് സിമെട്രിക് ആണ്. ഇനി അതെന്താണ്? എന്തും കൂടിയാണ്? ട്രാൻസിറ്റീവ് കൂടിയാണ്. അപ്പൊ അത് ചെക്ക് ചെയ്യാനായിട്ട് സാറിന് മുന്നേ പഠിപ്പിച്ച വീഡിയോസിൽ പറഞ്ഞത് നോക്കി നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, അതുപോലെ R2 എന്ത് തന്നെയാണ്? ഈക്വലൻസ് റിലേഷൻ ആണ്. അതെങ്ങനെയാണ് നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഈ എക്സാമ്പിൾ ഒക്കെ അവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഇന്റർസെക്ഷൻ എടുത്താൽ 1 1 ഉണ്ട് രണ്ടിലും, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, പിന്നൊന്നുമില്ല. അപ്പൊ ഇത്രയുമാണ് ഇന്റർസെക്ഷൻ ഉള്ളത്. അപ്പൊ ഇന്റർസെക്ഷൻ എന്താണ്? ഈക്വലൻസ് ആണ്. ഇനി യൂണിയൻ എടുക്കണം എങ്ങനെയാണ്? യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിലുള്ളത് ഒരു പ്രാവശ്യം എഴുതാൻ പറ്റുള്ളൂ. ഇത് രണ്ടിലും ഒരെണ്ണമുണ്ട്, അത് ഒരു പ്രാവശ്യം എഴുതാം. ഇത് രണ്ടു ഒരെണ്ണമുണ്ട്, അപ്പോൾ ഒരു പ്രാവശ്യം എഴുതാം. ഇത് രണ്ടു ഒരെണ്ണമുണ്ട്, അപ്പോൾ ഒരു പ്രാവശ്യം എഴുതാം. ഇതൊരു പ്രാവശ്യം എഴുതാം, ഇതൊരു പ്രാവശ്യം എഴുതാം, ഇത് എഴുതാം, ഇത് എഴുതാം. ഇത്ര എല്ലാവരും പെട്ടു. കിട്ടിയോ? ഇതാണ് R1 യൂണിയൻ R2. എന്താണ് യൂണിയൻ എന്ന് പറഞ്ഞാല്? അപ്പൊ അതിന് R1 എല്ലാം കൂടെ എഴുതാം. R1 ഉള്ളത്. ഓക്കെ, R2 എഴുതുമ്പോൾ ഒരു പ്രാവശ്യം ഇത് എഴുതാൻ പാടില്ല. അപ്പൊ ഇത് അങ്ങോട്ട് മാറ്റല്ലേ, ബാക്കിയുള്ളത് എഴുതാം. ഇതാണ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ ആ യൂണിയനില് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി. ട്രാൻസിറ്റീവ് ആണോ നോക്കാം നമുക്ക്. ട്രാൻസിറ്റീവ് ആണോ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 1 2 belongs to R1 union R2 and 2 3 belongs to R1 union R2, but 1 3 ഇല്ല. 1 2 ഉണ്ട്, 2 3 ഉണ്ട്. എന്നാൽ ഈ 1 3 ഉണ്ടോ നോക്കി? ഇല്ല. അപ്പൊ അത് ട്രാൻസിറ്റീവ് ആണോ? അല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രണ്ട് ഈക്വലൻസ് റിലേഷന്റെ യൂണിയൻ എപ്പോഴും എന്താണ്? ഈക്വലൻസ് റിലേഷൻ ആകണമെന്നില്ല. അത് മേ ബി റിഫ്ലെക്സീവ് സിമെട്രിക് ആവും, പക്ഷെ എന്താവില്ല? ട്രാൻസിറ്റീവ് ആകണമെന്ന് നിർബന്ധമില്ല. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവേഴ്സ് ഓഫ് എ റിലേഷൻ ആണ്. ലെറ്റ് ക്യാപിറ്റൽ ആർ ബി എ റിലേഷൻ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി. ഒരു റിലേഷൻ ആണ് ആർ എന്ന് പറയുന്നത്. അത് സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിയിലേക്കുള്ള ഒരു റിലേഷൻ ആണ്. ഇറ്റ്സ് ഇൻവേഴ്സ് റിലേഷൻ ഡിനോട്ടഡ് ബൈ ആർ ഇൻവേഴ്സ്. ഇൻവേഴ്സ് റിലേഷൻ നമ്മൾ പറയുന്നത് ആർ ഇൻവേഴ്സ് ഇങ്ങനെയാണ്. ദിസ് ഈസ് ഇൻവേഴ്സ് റിലേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് എ റിലേഷൻ ഫ്രം ദ സെറ്റ് ബി ടു ദ സെറ്റ് എ. അപ്പൊ തിരിച്ചാണ്, തിരിച്ച് സെറ്റ് ബി ടു ദ സെറ്റ് എ, അതിന്റെ റിവേഴ്സ് ആണ്. such that a comma b belongs to R, then b comma a belongs to R inverse. അതായത് ഇപ്പൊ ആറിനകത്തുള്ളത് ഇങ്ങനെയാണ് 4,5. ഓക്കെ, ദെൻ R ഇൻവേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി ഈസി ആണ്. ഓർഡേഡ് പേരാണ്. വെരി ഈസി ആണ് മനസ്സിലാക്കാനായിട്ട്. തിരിച്ചെഴുതാൻ വേണ്ടി 5,4. ക്ലിയർ? ദിസ് ഈസ് R inverse. ക്ലിയർ? So R inverse called the inverse relation R. Inverse relation R എന്നാണ് വിളിക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നോക്കി, ദാറ്റ് ഈസ് R inverse is equal to B comma A. എന്താണ്? A comma B belongs to R. A comma B belongs to R ആണെങ്കിൽ R inverse എന്തായിരിക്കും? B comma A. അതിന്റെ റിവേഴ്സ് ആയിരിക്കും. ക്ലിയർ? നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഇല്ലുസ്ട്രേഷനിൽ പറഞ്ഞിരിക്കുന്നത് ലെറ്റ് A 1 2 3 and R be a relation on A defined as R is equal to 1 2 2 3 1 3 2 2. അപ്പൊ R inverse എന്താ? ഇതിന്റെ റിവേഴ്സ് പറ. 2 1, ഇതിന്റെ റിവേഴ്സ് 3 2, ഇതിന്റെ റിവേഴ്സ് 3 1, ഇതിന്റെ റിവേഴ്സ് 2 2. ക്ലിയർ?
Observation. A relation R on a set A is symmetric if R is equal to R inverse. ആറും R inverse സെയിം ആണെങ്കിൽ, ലിസൺ, ആറും R inverse സെയിം ആണെങ്കിൽ ആ റിലേഷൻ എങ്ങനെയായിരിക്കും? സിമെട്രിക് ആയിരിക്കും. ക്ലിയർ? നമുക്ക് നോക്കാം. Let R be symmetric and A, B belongs to R. ക്ലിയർ? ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ റിലേഷൻ എടുത്തിരിക്കുകയാണ്, അത് സിമെട്രിക് ആണ്, അതിനകത്ത് A, B ഉണ്ട്. ഡ്യൂ ടു ആർ ബീങ് സിമെട്രിക് B, Aയും അതിനകത്ത് ഉണ്ടാവണം. സിമെട്രിക് ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. സിമെട്രിക് ആയിട്ടുള്ള റിലേഷൻ ക്യാപിറ്റൽ ആർ നമ്മൾ എടുത്തു, അതിനകത്ത് A, B ഉണ്ട്. ഓക്കെ, അത് സിമെട്രിക് ആയതുകൊണ്ട് അതിനകത്ത് B, Aയും ഉണ്ടാവും. സോ ബൈ ഡെഫിനിഷൻ ആർ ഇൻവേഴ്സ് എന്തായിരിക്കും? ആർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A, B ആറിനകത്തുണ്ട്, B, A ഉണ്ട്. അപ്പൊ ആർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിന്റെ ഇൻവേഴ്സ് എഴുതണം, അത് B, A. ക്ലിയർ? ഇനി ഇതിന്റെ ഇൻവേഴ്സ് എഴുതണം, അതെന്താണ്? A, B. അപ്പോ ആർ ഇൻവേഴ്സും ആറും സെയിം ആയില്ലേ? ക്ലിയർ? ഓക്കെ, യെസ്. സോ ബൈ ഡെഫിനിഷൻ ആർ ഇൻവേഴ്സ് A, B ആൾസോ ഇൻക്ലൂഡഡ് എന്താണ്? ആർ ഇൻവേഴ്സ്. ആർ ഇൻവേഴ്സിൽ A, B ഉണ്ട്. അപ്പോ ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന റിലേഷൻ ആർ ഇൻവേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആണ്. അഗൈൻ A, B ബിലോങ്സ് ടു ആർ ഇൻവേഴ്സ്. ആർ ഇൻവേഴ്സിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. B, A എവിടെയാണുള്ളത്? അത് ആറിലുണ്ട്. A, Bയും ആറിലുണ്ട്. സിമെട്രിക് ആണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ആർ ഇൻവേഴ്സും എന്തിന്റെ സബ്സെറ്റ് ആണ്? ആറിന്റെ സബ്സെറ്റ് ആണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? സബ്സെറ്റ് ആണ് അവര്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആർ ഇസ് ഈക്വൽ ടു ആർ ഇൻവേഴ്സ്. ക്ലിയർ? മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി സാർ പറയാം. ആർ എന്ന് പറഞ്ഞാൽ സിമെട്രിക് ആയതുകൊണ്ട് അതിനകത്ത് A, B ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? B, A ഉണ്ടാവും. ക്ലിയർ? ഓക്കെ. ഇനി ആർ ഇൻവേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഇതിന്റെ റിവേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ റിവേഴ്സ് എഴുതാം സാർ, അത് B, A, B. ക്ലിയർ? ഓക്കെ. അപ്പോ ഈ ഇതിനകത്തുള്ള എല്ലാവരും ഇതിനകത്തില്ലേ? അപ്പൊ ഇതിന്റെ സബ്സെറ്റ്, ആറിന്റെ സബ്സെറ്റ് ആണ് ആർ ഇൻവേഴ്സ്. ആർ ഇൻവേഴ്സിന്റെ സബ്സെറ്റ് ആണ് ആറ്. കണ്ടോ? സബ്സെറ്റ് എഴുതുമ്പോൾ നമ്മൾ ഓർഡറിൽ നോക്കുന്ന അത്യാവശ്യമില്ലല്ലോ, ഓർഡർ നോക്കേണ്ട ആവശ്യമില്ല. ഈ കോമഡി ഇപ്പുറത്തുള്ള B ഇപ്പുറത്ത് എഴുതിയാലും അപ്പുറത്ത് എഴുതിയാലും ഒക്കെ എന്താണ്? സെയിം ആണ്. ക്ലിയർ ആണ്? അപ്പോ സിമെട്രിക് റിലേഷൻ ആണെങ്കിൽ ആറും ആർ ഇൻവേഴ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് തിരിച്ചു പറയാം, ആറും ആർ ഇൻവേഴ്സും സെയിം ആണെങ്കിൽ അത് സിമെട്രിക് റിലേഷൻ ആയിരിക്കും. തിയറം 2, ഇൻവേഴ്സ് റിലേഷൻ. ഇൻവേഴ്സ് ഓഫ് ആൻ ഇക്വലൻസ് റിലേഷൻ ഈസ് ആൾസോ ആൻ ഇക്വലൻസ് റിലേഷൻ. ഒരു ഇക്വലൻസ് റിലേഷന്റെ ഇൻവേഴ്സ് നിങ്ങൾ എടുത്താൽ അതും ഒരു ഇക്വലൻസ് റിലേഷൻ ആയിരിക്കും. നമുക്ക് നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ ആർ ബി ആൻ ഇക്വലൻസ് റിലേഷൻ ഓൺ എ നോൺ എംപ്റ്റി സെറ്റ് എ. We show that R inverse is also an equivalence relation on A. Okay. Let A belongs to capital A. A എന്ന് പറഞ്ഞ ക്യാപിറ്റൽ അതിനകത്തുണ്ട്. ഇത് റിഫ്ലെക്സീവ് ആണ് ബിക്കോസ് A, Aയും ക്യാപിറ്റലിനകത്ത് റിലേഷനിൽ ഉണ്ട്. കാരണം അത് ഇക്വലൻസ് ആണെങ്കിൽ അതിനകത്ത് A, A ഉണ്ടാവും. A, Aയുടെ ഇൻവേഴ്സ് എന്താ? അത് തന്നെയല്ലേ? അപ്പോ ആർ ഇൻവേഴ്സിലും A, A ഉള്ളത് കൊണ്ട് ആർ ഇൻവേഴ്സ് എന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഇനി നോക്കാം. A, B ആർ ഇൻവേഴ്സിൽ ഉണ്ടെന്ന് വിചാരിക്കാം. A, B ആർ ഇൻവേഴ്സിൽ ഉണ്ടെന്ന് വിചാരിക്കാം. B, A ആറിൽ ഉള്ളത് കൊണ്ടല്ലേ A, B ആർ ഇൻവേഴ്സിൽ വരുന്നത്? കാരണം ഈ ആറിന്റെ ഇൻവേഴ്സ് ആണ് എഴുതിയേക്കുന്നത്. ക്ലിയർ? ഇനി ആർ എന്ന് പറയുന്നത് ഈക്വലൻസ് റിലേഷൻ അല്ലേ? അപ്പൊ അവിടെ B, A ഉണ്ടെങ്കിൽ അതിന്റെ സിമെട്രിക് ആയിട്ട് A, B ഉണ്ടാവില്ലേ? ഉണ്ടാവും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ A, B ആറിലുണ്ടെങ്കിൽ ആർ ഇൻവേഴ്സിൽ B, A ഉണ്ടാവില്ലേ? ഉണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ ആർ ഇൻവേഴ്സിൽ A, B ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? B, Aയും ഉണ്ടാവും. അതുകൊണ്ട് ആർ ഇൻവേഴ്സ് എന്താണ്? സിമെട്രിക് ആണ്. ക്ലിയർ? മനസ്സിലായാലും ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് കാണുക കേട്ടോ. അടുത്തത് ട്രാൻസിറ്റീവ്. A, B belongs to R inverse and B, C belongs to R. നമ്മൾ എടുക്കുന്നത് ഇങ്ങനെയാണ് എന്ന് വിചാരിക്കാം. A, B ഉണ്ട് ആർ ഇൻവേഴ്സിൽ, B, C ഉണ്ട്. ഓക്കെ. ഇനി നിങ്ങൾ ചിന്തിക്കണേ, എന്തുകൊണ്ട് A, B ആർ ഇൻവേഴ്സിൽ വന്നു? ആറിനകത്ത് റിലേഷനിനകത്ത് B, A ഉള്ളത് കൊണ്ടല്ലേ അതിന്റെ ഓപ്പോസിറ്റ് വന്നത്. ഓക്കെ. അതുപോലെ റിലേഷനിൽ C, B ഉള്ളത് കൊണ്ടല്ലേ അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ വന്നത്. നമ്മൾ എടുത്തത് അതിന്റെ ഓപ്പോസിറ്റ്. കണ്ടോ? അപ്പോ നമ്മൾ ഇങ്ങനെ എടുത്താൽ, ഇത് ഉണ്ടെന്ന് എടുത്താൽ അതിന്റെ അർത്ഥം ഇതിന്റെ ഓപ്പോസിറ്റ് റിലേഷനിലുണ്ട്. കണ്ടോ? ക്ലിയർ? യെസ്. ഇനി B, A ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഇത് ഈക്വലൻസ് ആണെന്ന് ഓൾറെഡി നമ്മൾ അറിയാം. ഈക്വലൻസ് ആയിട്ടുള്ള റിലേഷൻ ആണ് ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. അപ്പോ അത് B, A അതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും A, B ഉണ്ടാവണം. കാരണം B, A ഉണ്ടെങ്കിൽ സിമെട്രിക് ആവണം. അപ്പൊ A, B ഉണ്ട്.
അതുപോലെ സി കോമ ബി ഉണ്ടെങ്കിൽ സിമെട്രിക് ആകണമെങ്കിൽ എന്ത് വേണം? ബി കോമ സി ഉണ്ട് ഉണ്ടോ? അപ്പോ ഇതിന്റെ ഓപ്പോസിറ്റ് ഈ റിലേഷനിൽ ഇല്ലെങ്കിൽ അത് സിമെട്രിക് ആവില്ല, അത് ഈക്വലൻസ് ആവില്ല. അപ്പൊ അത് ഓൾറെഡി ഈക്വലൻസ് ആണല്ലോ. അതുകൊണ്ട് എ കോമ ബി അതിനകത്തുണ്ട്, ബി കോമ സി ഉണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ കോമ ബിയും ബി കോമ സിയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടാവും? എ കോമ സി ഉണ്ടാവും. കാരണം എന്നാലും അത് ട്രാൻസിറ്റീവ് ആവും. ട്രാൻസിറ്റീവ് ആയാലും ഈക്വലൻസ് ആവുള്ളൂ. അപ്പൊ എ കോമ സി അതിനകത്ത് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഇത് എ കോമ സി ഉണ്ടെങ്കിൽ സിമെട്രിക് ആവാൻ വേണ്ടിയിട്ട് അതിനകത്ത് എന്തുണ്ടാവും? സി കോമ എയും ഉണ്ടാവും. മനസ്സിലായോ? ക്ലിയർ? അപ്പൊ സി കോമ എ ആറിനുണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എന്താണ്? എ കോമ സി ആണ്. അതെവിടെ ഉണ്ടാവും? ആർ ഇൻവേഴ്സിലുണ്ടാവും. നമുക്ക് വേണ്ടത് എ കോമ സി ആണ്. കിട്ടിയോ? അപ്പൊ അത് ആർ ഇൻവേഴ്സിലൊന്നും തെളിഞ്ഞില്ലേ? അതുകൊണ്ട് ആർ ഇൻവേഴ്സ് എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. മനസ്സിലായോ? അപ്പൊ ഒരു റിലേഷൻ ഇക്വലൻസ് ആണ്, അതിന്റെ ഇൻവേഴ്സും എന്തായിരിക്കും? ഇക്വലൻസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Let capital A is equal to 1, 2, 3, 4, 5 and a relation capital R on A be defined as x comma y, x plus y is even, find R inverse. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് എ എന്ന് പറഞ്ഞാൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, അത് റിലേഷൻ ഓൺ എ, എയിന്ന് എയിലേക്കുള്ള റിലേഷൻ ആണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഈ പറയുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ ഇരട്ട സംഖ്യ കിട്ടണം. എക്സ് പ്ലസ് എന്താണ്? വൈ ഈസ് ഈവൺ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ സാർ 1, 2, 3, 4, 5 അഗൈൻ 1, 2, 3, 4, 5. സാർ 1 എടുത്തു. 1 കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഇരട്ട സംഖ്യ കിട്ടണം. എക്സ് പ്ലസ് വൈ ഈസ് ഈവൺ അല്ലേ? അപ്പൊ ഞാൻ എന്താണ്? 1 എടുത്തു. അപ്പോ എന്റെ റിലേഷൻ എന്നിട്ട് 1 കിട്ടും. 1. ഓക്കെ, പക്ഷെ ശ്രദ്ധിച്ചേ, എക്സും വൈയും വേറെ വേറെ ആൾക്കാരായിരിക്കണം. കണ്ടോ? എക്സ് വേറെയാണ്, വൈ വേറെയാണ്. അപ്പൊ ഞാനത് കിട്ടും. കാരണം അത് നമ്മൾ കൂട്ടിയാൽ എനിക്ക് ഈവൻ കിട്ടും. അപ്പൊ അത് കിട്ടും. പിന്നെ എന്താണ്? 1, 2 എടുക്കുക. എനിക്ക് 1, 2. പക്ഷെ 1, 2 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം 3 ആണ്. അത് പറ്റില്ല, എനിക്ക് ഈവൻ നമ്പർ ആയിരിക്കണം. അപ്പൊ അതും വിട്ടു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി അല്ലെ? ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എന്താണ്? 1, 3 എടുക്കണം. ദിസ് ഈസ് 1, 3. 1, 5 1, 5, 6. അപ്പൊ 1 വെച്ചുള്ളത് കഴിഞ്ഞു. ഇനി സിമിലാർലി 2 വെച്ചാണെങ്കിലോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് 2, 1 എടുത്താൽ 3 ആയി പോകും, 2, 2 സെയിം ആയി പോകും, 2, 3 എടുത്താൽ 5 ആയി പോകും, 2, 4 ആണ് പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത്. 2, 4. പിന്നെ 3 വെച്ചാണെങ്കിൽ 3, 1 പറ്റില്ല, 3, 1 4 ആയി പോകും. 3, 1 എടുക്കാം. 3, 1 എടുക്കാം. 3 to 5 എടുക്കാൻ പറ്റില്ല, 3, 3 എടുക്കാൻ പറ്റില്ല, ഒരേപോലെ ആവും. 3, 4 7 ആയി പോകും. 3, 5 എന്നുള്ളത് എടുക്കാം. 3, 5 എടുത്തു. Then similarly 4, 1 5 ആയി എടുക്കാൻ പറ്റില്ല. 4 to എടുക്കാം. 6, 4 to എടുത്തിട്ടുണ്ട് ഇവിടെ. 4 to 6. 4, 3, 7, 4, 4 പറ്റില്ല, ഒരേപോലെ വരും. 4, 5, 9 അത് പറ്റില്ല. പിന്നെ 5 എടുക്കണമെങ്കിൽ 5, 1 എടുക്കാം. 6 വരും. 5, 3, 8 വരും. 5, 3, 8 വരും. വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. സോ അങ്ങനെ നമ്മൾ എന്താണ്? റിലേഷൻ എടുത്തു. ദീസ് ആർ ദ റിലേഷൻസ്. ക്ലിയർ? ഇനി അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1, 3 ഓപ്പോസിറ്റ് 3, 1, 1, 5 ഓപ്പോസിറ്റ് 5, 1, 2, 4 4, 2, 3, 5 5, 3, 3, 1 1, 3, 5, 3 3, 5, 4, 2 2, 4, 5, 1 1, 5. ക്ലിയർ? ഹിയർ R is equal to R inverse. സോ എങ്കിൽ ഇതെന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഇത് സിമെട്രിക് റിലേഷൻ ആയിരിക്കും. Define a relation R1 on the set of real numbers as A comma B belongs to R1. Implies 1 plus A square B square greater than 0. A comma B belongs to R. Show that R1 is an equivalence relation on R. ഇത് നമ്മുടെ റിലേഷൻ, ഇത് ഈക്വലൻസ് റിലേഷൻ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ റിഫ്ലെക്സീവ്. For any A belongs to capital R, 1 plus A raised to 4. ഇവിടെ ഇതും A ആയി പോകും. നമ്മുടെ കണ്ടീഷൻസ് 1 plus A square B square എന്നാണ്. അപ്പൊ A square എഴുതണം. ക്ലിയർ? ദാറ്റ് ഈസ് 1 plus എന്താണ്? A raised to 4. ക്ലിയർ? 1 plus A raised to 4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ 0. ബിക്കോസ് A raised to 4 എന്താണ്? എന്ത് വന്നാലും ശരി, ഇവിടെ ഒരു 1 കൂട്ടുന്നില്ലേ നമ്മള്. അപ്പൊ A raised to 4 greater than 0. ഓക്കെ, ക്ലിയർ? സോ A, A എന്ന് പറയുന്നത് ഇതിനകത്ത് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുക. അടുത്തത് സിമെട്രിക് ആണെന്ന് നോക്കാം നമുക്ക്.
എ കോമ ബി ബിലോങ്സ് ടു R1. നമ്മൾ ചിന്തിക്കുകയാണ് എ കോമ ബി ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് 1 പ്ലസ് ആദ്യത്തെ സ്കോർ രണ്ടാമത്തെ സ്കോർ ഗ്രേറ്റർ ദാൻ 0 ആകണം. ഓക്കെ, ആയിക്കോട്ടെ, ആണല്ലോ. ഇനി ഇതിന്റെ റിവേഴ്സ് പറഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ എന്ന് പറഞ്ഞാലും ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പൊ ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ ബി സ്ക്വയർ എ സ്ക്വയർ എന്ന് നമ്മൾ ഇക്വേഷൻ എഴുതിയാൽ ബി ആദ്യം വരുന്ന ആളും എ രണ്ടാമത് വരുന്ന. അപ്പൊ ബി എ എന്തിലുണ്ടെന്ന് തെളിഞ്ഞു? R1 ഉണ്ടെന്ന് തെളിഞ്ഞു. എ ബി ഉണ്ട് എങ്കിൽ എന്തുണ്ട്? ബി എം ഉണ്ട്. അപ്പൊ എന്താണ്? അത് സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആണ് തെളിയിക്കണം. സപ്പോസ് എ കോമ ബി ബിലോങ്സ് ടു R1 ഉണ്ടെന്ന് വിചാരിക്കുക, ബി കോമ സിയും R1 ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ തെളിയിക്കേണ്ടത് എ കോമ സി R1 ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഇവിടെ അത് 1 പ്ലസ് ഇതിന്റെ എ സ്ക്വയർ ബി സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അടുത്തത് 1 പ്ലസ് എന്താണ്? ബി സ്ക്വയർ സി സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ. ഇത് നമ്മുടെ കണ്ടീഷൻ, പറഞ്ഞൊരു കണ്ടീഷൻ. നോട്ട് ദാറ്റ് എ കോമ സി ബിലോങ്സ് ടു R1 ഈസ് ആൾവേസ് ട്രൂ. അതെന്തുകൊണ്ടാ? ആസ് 1 പ്ലസ് എ സ്ക്വയർ സി സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. ഇപ്പൊ നമ്മൾ നോക്കൂ, എന്തുകൊണ്ട് എപ്പോഴും ട്രൂ ആയിരിക്കും? കാരണം എ സ്ക്വയർ സി സ്ക്വയർ എന്ന് പറയുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ 1 ഇല്ലേ? ഇവിടെ എന്ത് വന്നാലും ശരി 1 കൂട്ടല്ലേ നമ്മള്. ആ 1 എന്ന് പറയുന്നത് പൂജ്യത്തിനേക്കാളും വലുതല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് എന്ത് വില വന്നേക്കോട്ടെ എ സ്ക്വയർ സി സ്ക്വയർ ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതുകൊണ്ട് R1 ഈസ് എന്താണ്? ട്രാൻസിറ്റീവ്. Let R1 be a relation R defined as A comma B belongs to Rn if AB greater than -1. Show that R1 is reflexive and symmetric but not transitive. Symmetric and reflexive ആണ്, പക്ഷെ ട്രാൻസിറ്റീവ് അല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. Solution. For any A belongs to R, A square is greater than or equal to -1. So A comma A belongs to R1. അതായത് നമുക്കറിയാം എനി എ ബിലോങ്സ് ടു ആർ എന്ന് പറയുന്നത് എന്ത് സംഖ്യ നിങ്ങൾ എടുത്താലും അതിന്റെ സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ നെഗറ്റീവ് 2 എടുക്കും, അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. 4 എന്ന് പറഞ്ഞാൽ -1 വലുതല്ലേ? അതെ. സോ നിങ്ങൾ എന്ത് സംഖ്യ എടുത്തു, -2 കോമ -2 എടുത്തോ, കുഴപ്പമില്ല, കണ്ടോ? അപ്പൊ ഏത് സംഖ്യ എടുത്താലും അതെവിടെ വരും? ഈ പറയുന്ന ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എ കോമ എ എന്താണ്? ബിലോങ്സ് ടു R1. ഇനി സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക് ആണെങ്കിൽ എ കോമ ബി R1 ഉണ്ടെങ്കിൽ എന്ത് വേണം? ബി കോമ എയും R1 വേണം. ഇതാണ് നമുക്ക് അവസാനം എത്തേണ്ടത്. നമ്മൾ ഇതുണ്ട് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് എന്താണ്? എ കോമ എ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്? എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ -1 എന്ന് പ്രൂവ് ചെയ്തു. അതുപോലെ എ കോമ ബി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എ ഇൻറ്റു ബി, എ ബി. മനസ്സിലായോ? എ ഇൻറ്റു എ സ്ക്വയർ, സിമിലർലി എ ഇൻറ്റു ബി എ ബി. അപ്പൊ എ ബി ഗ്രേറ്റർ ദാൻ -1. ക്ലിയർ? എ ബി ഗ്രേറ്റർ ദാൻ -1 ആയിരിക്കും ആ കണ്ടീഷൻ അനുസരിച്ച്. എ ഇൻറ്റു ബി എന്ന് പറയുന്നതും ബി ഇൻറ്റു എ എന്ന് പറയുന്നത് സെയിം അല്ലേ? അപ്പൊ അതായത് 5 ഇൻറ്റു 4 എന്ന് നമ്മൾ പറയുന്നതും 4 ഇൻറ്റു 5 എന്ന് പറയുന്നത് എന്താണ്? സെയിം അല്ലേ? ഇത് രണ്ടും ഗ്രേറ്റർ ദാൻ -1 എന്ന് പറയുന്നതും സെയിം അല്ലേ? അതെ. അപ്പൊ 5 ഇൻറ്റു 4 ഗ്രേറ്റർ ദാൻ -1 എന്ന് പറഞ്ഞാൽ 5,4 ഉണ്ട് എന്നാണ് അർത്ഥം. ക്ലിയർ? തിരിച്ച് 4 ഇൻറ്റു 5 ഗ്രേറ്റർ ദാൻ -1 എന്ന് പറയുന്ന അർത്ഥം എന്താ? 4,5 ഉണ്ടെന്നല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എ ബി ഗ്രേറ്റർ ദാൻ 81 എഴുതിയിട്ട് അതിന്റെ റിവേഴ്സ് എഴുതണം. ബി എ ഗ്രേറ്റർ ദാൻ 80, അത് രണ്ടും സെയിം ആണ്. എ ബി ഈക്വൽ ടു ബി എ. അതുകൊണ്ട് ഇങ്ങനെ വന്നത് കൊണ്ട് ബി കോമ എയും ഈ റിലേഷനോട് സിമെട്രിക് ആണ്. ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവ് ആണോ നമ്മൾ ഒരു സംഖ്യ നിങ്ങൾ പരീക്ഷയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ എയും ബി എ കിട്ടുന്നില്ലെങ്കിൽ 2 സംഖ്യകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കത് ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് തെളിയിച്ച് അങ്ങനെയും തെളിയിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ +2 ഒത്തിരി ഡിഫിക്കൽട്ടുള്ള ചാപ്റ്റർ ആണത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില ഒരു ഇൻട്രസ്റ്റ് നമുക്ക് വരുന്നില്ല. കാരണം ഇത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്, മറ്റുള്ള പോലെ തന്നെ അല്ല. കുറച്ച് എന്താണ്, കുറച്ചൊക്കെ കാണാപ്പെടാൻ പഠിക്കണം, കുറച്ചൊക്കെ നമ്മൾ അങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെ ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കി -2,0 ബിലോങ്സ് ടു R1 എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന കണ്ടീഷൻസ് ഇത് രണ്ടുപേരും തമ്മിൽ ഗുണിക്കണം ആദ്യം തന്നെ. അപ്പൊ -2 ഇൻറ്റു 0, ദിസ് ഇസ് ഇൻറ്റു -0 എന്താണ്? 0 ഗ്രേറ്റർ ദാൻ -1. ഇറ്റ്സ് ട്രൂ, അത് ശരിയാണ്. ഇനി വേറൊരു എടുക്കണം. അപ്പൊ 0യിൽ ആരംഭിക്കുന്ന എടുക്കണം. നമ്മൾ എ കോമ ബി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെടുക്കണം പഠിച്ചേക്കണത്? ബി കോമ സി അല്ലെ? അപ്പൊ ഇവിടെ എ ബിയുടെ സ്ഥലത്ത് 0 ആണ്. അപ്പൊ 0യിൽ ആരംഭിക്കുന്ന പറഞ്ഞു 0,5, അത് R1 ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 0 ഇൻറ്റു ഹാഫ് ചെയ്യണം. 0 ഇൻറ്റു ഹാഫ് 0 ഗ്രേറ്റർ ദാൻ 81, അതൊക്കെയാണ്. അപ്പൊ ഇത് രണ്ടും ഓക്കെ. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഇവിടുത്തെ ആദ്യത്തെ ആളും ഇവിടുത്തെ രണ്ടാമത്തെ ആളും, അത് AC കണ്ടോ?
-2, 0യും ഇതാണ് ഇതുണ്ടെന്ന് നമ്മൾ തെളിയിച്ചു. സിമിലാർലി 0,1/2 ഇത് രണ്ട് ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഇവർ രണ്ടുപേരും എടുത്താലോ, -2 ഹാഫ് എടുത്താലോ നോക്കാം. -2, ഹാഫ് നോട്ട് ബിലോങ്സ് ടു R1. കാരണം -2 ഇൻറ്റു ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ 2 2 വെട്ടിപ്പോകും. ദിസ് ഇസ് -1. കണ്ടോ, -1 -1 ഗ്രേറ്റർ ദാൻ -1 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ R1 is not transitive. Clear? അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് A സമം 1 2 3 and R സമം 1 2 1 1 2 3 be a relation on A. What is the minimum number of ordered pairs that we may be added to R so that it becomes a transitive relation on A? ഇവിടെ 1 2 3 എന്ന് പറഞ്ഞാൽ A, R എന്ന് പറഞ്ഞാൽ 1 2 1 1 2 3. നിങ്ങൾ എന്ത് ആഡ് ചെയ്താലാണ് ഇത് ട്രാൻസിറ്റീവ് ആയിട്ട് മാറുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ നോക്കുക, 1 2 ഉണ്ട്, 2 3 ഉണ്ട്. ഇനി ട്രാൻസിറ്റീവ് ആണെങ്കിൽ 1 3 വേണം. സോ യു ഹാവ് ടു ആഡ് എന്താണ് 1 3. Clear? That's all. Other question, let 1 2 3 and R 1 2 2 3 be a relation on A. What is the minimum number of ordered pairs that may add to R so that R become equivalence relation? ഇത് ഈക്വലൻസ് റിലേഷൻ ആവാനായിട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ട മിനിമം നമ്പർ എന്താണ്? ഈക്വലൻസ് ആവണമെങ്കിൽ ഇത് റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, പിന്നെന്താണ് ട്രാൻസിറ്റീവ് ആവണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അത് റിഫ്ലെക്സീവ് ആവണം. 1 2 3 ആണ് ഇതിനകത്തുള്ളത് അല്ലെ. നിലവിലുള്ള റിലേഷനിൽ 1 2 ഉണ്ട്, 2 3 ഉണ്ട്. 1 2 3 അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1 ആരംഭിക്കുന്ന രണ്ടെണ്ണം 1 1, 2 ആരംഭിക്കുന്നത് 2 2, 3 ആരംഭിക്കുന്നത് 3 3. ഇത് എത്രയോ ആഡ് ചെയ്താലാണ് അത് റിഫ്ലെക്സീവ് ആവുള്ളൂ. ഓക്കെ. ഇനി സിമെട്രിക് ആണെങ്കിൽ നോക്കാം. ഇവിടെ 1 2 ഉണ്ടെങ്കിൽ എന്ത് ആഡ് ചെയ്യണം? 2 1 ആഡ് ചെയ്യണം. 2 3 ഉണ്ടെങ്കിൽ എന്ത് ആഡ് ചെയ്യണം? 3 2 ആഡ് ചെയ്യണം. അപ്പോൾ 2 1 2 3 ആഡ് ചെയ്താൽ അത് സിമെട്രിക് ആയി. ഇനി നമുക്ക് ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 1 2 ഇതിനകത്തുണ്ട്, 2 3 ഇതിനകത്തുണ്ട്. അപ്പൊ എന്ത് വേണം? 1 3 നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ. സോ അതുപോലെ തന്നെ 3 2 ഉണ്ട്, 2 1 ഉണ്ട്. അപ്പൊ എന്ത് ആഡ് ചെയ്യണം? 3 1 നമ്മൾ ആഡ് ചെയ്യണം. അപ്പോ 1 3 3 1 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തും കൂടിയാവും? ട്രാൻസിറ്റീവും കൂടി ആവും. അങ്ങനെ എല്ലാം എടുത്ത് എഴുതി കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് എന്താണ്? an equivalence relation on A. Clear? അടുത്ത ഒരു പ്രോബ്ലം, ഓൺ ദ സെറ്റ് A is equal to 1 2 3 find all possible equivalence relation containing 1, 2. അപ്പോ നമ്മൾ പറയുന്നത് ഒരു സെറ്റ് 1 2 3 ആണ്. ഓൾ പോസിബിൾ ഈക്വലൻസ് റിലേഷൻ കണ്ടെയ്നിങ് 1 2. 1 2 ഉള്ള എല്ലാ ഈക്വലൻസ് റിലേഷൻസും നമ്മളോട് എഴുതാം. അപ്പൊ രണ്ടെണ്ണം ഇതിനകത്ത് നമുക്ക് എഴുതാൻ പറ്റാം. ഈക്വലൻസ് റിലേഷൻ 1 2 അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വേണം? 1 2 ഉണ്ടെങ്കിൽ സിമെട്രിക് ആണെങ്കിൽ 2 1 വേണം. പിന്നെ നമ്മൾ 1 1 2 2 3 3 എഴുതിയാൽ മതി. അത് എന്താവും? ഈക്വലൻസ് റിലേഷൻ ആവും. ഇനി മറ്റൊരു എക്സാമ്പിൾ, 1 2 ഉണ്ടെങ്കിൽ അവിടെ 2 1 എഴുതണം. 1 1 2 2 3 3 എന്തായാലും എഴുതണം. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നത് 1 3 എഴുതാം. 1 3 എഴുതിയാൽ ഉടനെ 3 1 എഴുതണം. 1 1 അവിടെ ഓൾറെഡി ഉണ്ട്. അതുപോലെ 2 3 എഴുതിയാൽ 3 2 എഴുതണം. 2 2 അവിടെ ഓൾറെഡി ഉണ്ട്. ക്ലിയർ ആണോ? ഇനി ലെറ്റ് A സമം 1 2 3 find all possible relations on A containing 1 2 and 1 3 which are reflexive and symmetric but not transitive. നിങ്ങൾ ഒരു റിലേഷൻ എഴുതണം. അത് അതിനകത്ത് 1 2 ഉണ്ടാവണം, 1 3 ഉണ്ടാവണം, അത് റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, പക്ഷെ എന്താവാൻ പാടില്ല? ട്രാൻസിറ്റീവ് ആവാനായിട്ട് പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ 1 2 3 ആണ്. അതിനകത്ത് റിഫ്ലെക്സീവ് ആണെങ്കിൽ എല്ലാം വേണം. 1 1 വേണം, 2 2 വേണം, 3 3 വേണം. അപ്പൊ നമ്മൾ 1 1 2 2 3 3. ഓക്കെ. 1 2 1 3 വേണമെന്ന് നിർബന്ധമായിട്ടും പറയാം. അപ്പൊ 1 2 1 3 നമ്മൾ എഴുതി. ഇനി അത് സിമെട്രിക് ആണെങ്കിൽ 1 2 ആണെങ്കിൽ എന്ത് വേണം? 2 1 വേണം. 1 3 ഉണ്ടെങ്കിൽ 3 1 വേണം. ട്രാൻസിറ്റീവ് ആക്കണ്ട. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരെണ്ണം നമുക്ക് മാത്രമേ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഈക്വലൻസ് ക്ലാസ്. എന്താണ് ഈക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ? Let capital R be an equivalence relation on a non-empty set A. For any A belongs to A, the equivalence class of A denoted by like this is defined as equivalence class is equal to X, A comma X belongs to R. അത് മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. Consider relation R on Z is defined as relation is equal to എന്താണ്? A comma B, A minus B is divisible by 5. We know that R is an equivalence relation. നമുക്ക് ഓൾറെഡി പറഞ്ഞേക്കുന്നത് ഈക്വലൻസ് റിലേഷൻ ആണെന്ന്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്താണ് ഇന്നത്തെ ക്ലാസ്സിൽ. കൺസിഡർ 3 ബിലോങ്സ് ടു Z. ഇസഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റിലേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിജർ ആണ്. 3 ഇൻഡിജർ ആയിട്ട് ഉണ്ടെന്ന് വിചാരിക്കും.
The equivalence class of 3 denoted by like this. Equivalence class of 3 എന്ന് പറഞ്ഞാൽ 3 ഇങ്ങനെ നമ്മൾ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പൊ അതെങ്ങനെ നമ്മൾ എഴുതും? ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 equivalence class 3 is equal to the set of all such that 3 comma x belongs to R. That is ഇത് രണ്ടും കുറയ്ക്കണം. 3 minus x is equal to 5k for some k belongs to Z. Then 3 minus 5k is equal to 5k, k belongs to Z. ഇങ്ങനെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. Consider relation R on n cross n defined as a comma b related to c comma d. A plus d is equal to b plus. ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. It is to verify that R is an equivalence relation on n cross n. നമ്മൾ ആ റിലേഷൻ വെരിഫൈ ചെയ്തിട്ടുള്ളതാണ്. Consider 3,4 belongs to n cross n. അതായത് എക്സും n വൈയും n നാച്ചുറൽ നമ്പർ ആണ്. 3,4 ഉണ്ടെന്ന് വിചാരിക്കാം. The equivalence class of 3, 4 അതെങ്ങനെ ഡിനോട്ട് ചെയ്യും? ഈക്വലൻസ് ക്ലാസ് ഓഫ് 3,4 ഇങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, യെസ്, ഇറ്റ് ഈസ് ഗിവൺ ബൈ 3,4 ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇടുക. The set of all such y x comma y belongs to n cross n. Similarly 3,4 comma x comma y belongs to R. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് എന്താണ്, എ ബിയും സി ഡിയും ഉണ്ടെങ്കിൽ എ പ്ലസ് ഡി ബി പ്ലസ് സി അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ? അപ്പൊ ഇവിടെ 3 പ്ലസ് വൈ ഇതാണ് 4 പ്ലസ് എക്സ് ഉണ്ടാവും. ക്ലിയർ? ഇനി 3 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4 പ്ലസ് എക്സ്. ഇതിനകത്ത് നിന്ന് നമുക്ക് എക്സ് മൈനസ് വൈ എടുക്കുക. ഈ വൈ ഇപ്പുറത്തേക്ക് എടുക്കുക, ഈ 4 ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 3 മൈനസ് 4 is equal to x minus y. That is x minus y is equal to, what is 3 minus 4? That is minus 1. So ഇതിനെ ചുരുക്കി നമുക്ക് ഇങ്ങനെ എഴുതാം. So this is the relation. എന്താണത്? Equivalence class 3,4 ബാക്കിനകത്ത് ഇടണം, എന്നിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടും. Clear? Thank you. Please visit part 6 functions and their types. Thank you once again.